ഇന്ന് പുറത്തു വന്ന രണ്ട് ക്രിക്കറ്റ് ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റുമായി ബന്ധപ്പെട്ടതാണ്. 5ാം ടെസ്റ്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഇന്ത്യ 305 റൺസിന് ലീഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഇന്നിംഗ്സിൽ ഇന്ത്യ 224 റൺസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇംഗ്ലണ്ട് ആകട്ടെ 247 റൺസിൽ ഓൾ ഔട്ടായി. ഇപ്പോഴത്തെ ഇന്ത്യ സെക്കൻഡ് ഇന്നിംഗ്സിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 327 റൺസാണ് എടുത്തിരിക്കുന്നത്. മികച്ച രീതിയിലാണ് ഇന്ത്യ കളിച്ചു വരുന്നത്. ജയ്സ്വാൾ ഓപ്പണിംഗിൽ സെഞ്ചുറി അടിച്ചിട്ടുണ്ടായിരുന്നു. 118 റൺസാണ് ജയ്സ്വാൾ ഒറ്റയ്ക്ക് നിന്ന് അടിച്ചുകൂട്ടിയത്. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചത് ആകാശ്ദീപ് ആയിരുന്നു. 66 റൺസ് ആകാശ്ദീപ് അടിച്ചുകൂട്ടി. ഒരു ബാറ്റ്സ്മാനെ പോലെയാണ് ആകാശ്ദീപ് ഇപ്പോൾ കളിച്ചു വരുന്നത്. നിലവിലെ അവസ്ഥ വെച്ച് ഈ 5ാമത്തെ ടെസ്റ്റ് ഇന്ത്യ ജയിക്കാൻ സാധ്യത കൂടുതലാണ്. 5ാമത്തെ ടെസ്റ്റിന്റെ 3ാമത്തെ ദിവസമാണ് ഇന്ന്. ഒരു 500 റൺസിന്റെ ലീഡ് ഇട്ട് കൊടുത്തിട്ട് ഇന്ത്യക്ക് ഈസി ആയിട്ട് ഇംഗ്ലണ്ടിനെ തോൽപ്പിക്കാൻ സാധിക്കും. അടുത്തൊരു അപ്ഡേറ്റ് സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ്. സഞ്ജുവിന്റെ ട്രേഡിന്റെ കാര്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത്. സഞ്ജു രാജസ്ഥാൻ ടീമിൽ നിന്ന് CSKയിലേക്ക് ചേക്കേറുമെന്നത് ഉറപ്പായിരിക്കുകയാണ്. സഞ്ജുവിനെ ട്രേഡ് ചെയ്യാൻ CSK രംഗത്തുണ്ട്. കഴിഞ്ഞ ദിവസം സഞ്ജുവിനോട് രാജസ്ഥാൻ ടീം വിട്ട് പോകുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് സഞ്ജു ഒന്നും തന്നെ പറയാനില്ലെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. രാജസ്ഥാൻ ടീമിൽ നിന്ന് പോകില്ലെങ്കിൽ സഞ്ജുവിനെ ഉറപ്പായിട്ടും ആ ഒരു ചോദ്യത്തിനോട് പ്രതികരിക്കാമായിരുന്നു. സഞ്ജു ഉത്തരം പറയാതെ ഇരിക്കുകയാണ് ചെയ്തത്. ഇതിനർത്ഥം സഞ്ജു CSKയിലേക്ക് പോകുമെന്നത് ഉറപ്പായിരിക്കുകയാണ്. സഞ്ജു ഇതിനോടകം തന്നെ CSK ടീമിന്റെ പേജ് ഫോളോ ചെയ്തിട്ടുണ്ട്. എല്ലാം കൊണ്ട് സഞ്ജു ട്രേഡിന് റെഡിയാണ്. രാജസ്ഥാൻ ടീമിന് ഇത്രയും സപ്പോർട്ട് കിട്ടിയത് സഞ്ജു ഉള്ളത് കൊണ്ടാണ്. സഞ്ജു രാജസ്ഥാനിൽ നിന്ന് പോയാൽ രാജസ്ഥാന്റെ ഫാൻസ് കുറയും. ചെന്നൈ ടീമിന് ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ഫാൻസ് സഞ്ജു വന്നാൽ കിട്ടും. ഒരുപക്ഷെ CSK ടീമിന്റെ ക്യാപ്റ്റൻ വരെ സഞ്ജു ആയിരിക്കും. ധോണിയുടെ ലാസ്റ്റ് സീസൺ ആയിരിക്കും ഇപ്രാവശ്യം. അതുകൊണ്ട് ധോണിയിൽ നിന്ന് വിക്കറ്റ് കീപ്പിംഗ് സ്ഥാനം സഞ്ജുവിന് കൊടുക്കാനാണ് CSKയുടെ പദ്ധതി. ധോണിയുടെ ഒരു പിൻഗാമിയായിട്ടാണ് സഞ്ജുവിനെ അവർ കാണുന്നത്. സഞ്ജു CSKയിൽ എത്തുമെന്നത് ഉറപ്പായിരിക്കുകയാണ്. അങ്ങനെ സഞ്ജു രാജസ്ഥാൻ ടീമിൽ നിന്ന് പടിയിറങ്ങി. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.